ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ കുട്ടികൾക്ക് വേണ്ടിയൊരു ഹെൽത്തി അവക്കാഡോ സ്മൂത്തി വീട്ടിൽ എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാമെന്നാണ്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കുടിക്കാൻ പറ്റിയൊരു സ്മൂത്തിയും കൂടിയാണ് കേട്ടോ. അവക്കാഡോ സ്മൂത്തി കുടിക്കുന്നതിൻ്റെ പ്രധാന ഗുണങ്ങൾ സ്കിന്നിനും ഹെയറിനും നല്ലതാണ്, ഗർഭിണികൾക്ക് വളരെ നല്ലതാണ്. സ്ത്രീകൾക്ക് അവക്കാഡോ കഴിക്കുന്നത് ഗർഭധാരണ സാധ്യത വർദ്ധിപ്പിക്കാനും ഹോർമോൺ നിലനിർത്താനും സഹായിക്കുന്നു. അവക്കാഡോ സ്മൂത്തി കുട്ടികൾക്ക് വളരെ നല്ലതാണ്, കാരണം ഇത് ആരോഗ്യകരമായ കൊഴുപ്പുകളും ഫൈബർ, വൈറ്റമിൻ, പൊട്ടാസ്യം എന്നിവ നൽകി വളർച്ചയെ സഹായിക്കുന്നു. തലച്ചോർ വികസനത്തിന് ഗുണകരമാണ്, രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനും ഊർജ്ജം നൽകുന്നു. കൂടാതെ കുട്ടികളുടെ എല്ലുകളുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, ഏതെങ്കിലും തരം ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ ഉപദേശം തേടിയ ശേഷം മാത്രം ഇത് ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുക. ഇനി ഇത് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാവേ. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്മൂത്തിയും കൂടിയാണ് കേട്ടോ ഇത്. ആദ്യം ഇത് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു സീഡ് കാണാം. ആ സീഡ് നമുക്ക് കത്തി കൊണ്ട് തന്നെ ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതാ സീഡ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ശേഷം ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ആ പൾപ്പ് സ്പൂൺ കൊണ്ട് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ ടേസ്റ്റ് ബട്ടറിൻ്റെ ടേസ്റ്റാണ്. ഇതിനെ ബട്ടർ ഫ്രൂട്ട് എന്നാണ് പറയുന്നത്. അവക്കാഡോയുടെ പൾപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഡേറ്റ്സ് വേണം, ബദാം വേണം, പിന്നെ കാഷ്നട്ടും വേണം. ഇതെല്ലാം ആവശ്യത്തിന് മാത്രം എടുക്കുക. ഇത് കൂടാതെ സ്മൂത്തിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടി ഒരു ഞാലിപ്പൂ പഴവും കൂടി എടുക്കാവുന്നതാണ്. നമുക്കിനി ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ അവക്കാഡോ, പിന്നെ നട്ട്സും, പിന്നെ കട്ട് ചെയ്ത് വെച്ച പഴവും കൂടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മിൽക്ക് ആഡ് ചെയ്യണമെങ്കിൽ മിൽക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാനിവിടെ മിൽക്ക് ചേർക്കുന്നില്ല, കണ്ടൻസ്ഡ് മിൽക്കാണ് ആഡ് ചെയ്യുന്നത്. കാരണം മിൽക്ക് ചേർക്കണമെങ്കിൽ ഷേക്കിന് വേണ്ടി മിൽക്ക് ചേർക്കാം. ഞാനിവിടെ സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുന്നത്. വേറൊന്നും എക്സ്ട്രാ ഇതിൽ ആഡ് ചെയ്യേണ്ട. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത്രയും തിക്കായിട്ടാണ് അവക്കാഡോ സ്മൂത്തി കിട്ടുന്നത്. നമ്മുടെ അവക്കാഡോ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് നല്ല ടേസ്റ്റോടെ സെർവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്കും അറിയിക്കേണ്ടതാണ്.